2025 പരീക്ഷകൾക്ക് ഏറെ സഹായകമായ ഒന്നായിരുന്നു നമ്മുടെ ചാനൽ നമ്മൾ നടത്തിയ 20 മാർക്കിൻ 20 മിനിറ്റ്സ് വർക്കൗട്ട് അല്ലേ. ഇപ്പോൾ പരീക്ഷ ചെയ്ത കുട്ടികൾക്ക് അറിയാം അത് എത്രത്തോളം യൂസ്ഫുൾ ആയിട്ടുണ്ടെന്ന്. നമ്മൾ ഏകദേശം ഒരു 1000-ഓളം ചോദ്യങ്ങൾ നമ്മൾ ആ ഒരു രീതിയിൽ വർക്കൗട്ട് ചെയ്തിട്ടുണ്ട്. ഇനിയിപ്പോൾ 2026 പരീക്ഷകൾ സ്റ്റാർട്ട് ചെയ്യുകയാണ്. സോ നമ്മൾ ആ ഒരു 20 മാർക്ക് വർക്കൗട്ട് വീണ്ടും റീസ്റ്റാർട്ട് ചെയ്യുകയാണ്. സോ അതുകൊണ്ടാണ് ഞാനിങ്ങനെ സീസൺ 2 പാർട്ട് 1 എന്ന പേരൊക്കെ കൊടുത്ത് കൊണ്ടുവന്നിരിക്കുന്നത്. നിങ്ങൾക്ക് തീർച്ചയായിട്ടും യൂസ്ഫുൾ ആവും. ഇത് എങ്ങനെ ചെയ്യണമെന്ന് കേട്ട് കഴിഞ്ഞാൽ 20 ക്വസ്റ്റ്യൻസ് ആയിരിക്കും നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ആ 20 ക്വസ്റ്റ്യൻസ് നിങ്ങൾ എന്നോടൊപ്പം വർക്കൗട്ട് ചെയ്യുക. ഓരോ ക്വസ്റ്റ്യൻ പെടുന്ന സമയത്ത് നിങ്ങൾ ആ ക്വസ്റ്റ്യൻ പൗസ് ചെയ്തിട്ട് അതിൻ്റെ ആൻസർ നിങ്ങൾ എഴുതി നോക്കുക. അങ്ങനെ 20 ക്വസ്റ്റ്യൻ കഴിയുമ്പോൾ നിങ്ങൾക്ക് എത്ര മാർക്കുണ്ട്, അതിനുശേഷം നിങ്ങളുടെ റേഞ്ച് എന്താണെന്നുള്ള കാര്യം കമൻറ്റ് ചെയ്യണം കേട്ടോ. അന്നും ഇത്രയും വീഡിയോസ് ചെയ്യാൻ പറ്റിയത് നിങ്ങൾ ഈ കൃത്യമായിട്ട് റെസ്പോണ്ടോടെ ചെയ്തു വന്നതുകൊണ്ടാണ്. ഇപ്പോഴും അതുപോലെ നിങ്ങൾ ചെയ്തു വരികയാണെങ്കിൽ നമുക്കിത് ഏറ്റവും നന്നായിട്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റും. നിങ്ങൾക്ക് പരീക്ഷകൾക്ക് ഇത് ഭയങ്കര ഹെൽപ്ഫുൾ ആവുകയും ചെയ്യും. കാരണം ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിച്ചിരിക്കേണ്ട ക്വസ്റ്റ്യൻസും പോയിൻറ്സും ആയിരിക്കും നമ്മൾ ഈ ഒരു സെഷനിൽ നോക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ഇത് നന്നായിട്ട് ചെയ്യുക. നിങ്ങൾക്ക് മാർക്ക് കമൻറ്റ് ചെയ്യാൻ ബുദ്ധിമുട്ടാണെങ്കിൽ നിങ്ങളുടെ റേഞ്ച് എന്താണ്. ഇപ്പം 20 മാർക്ക് നിങ്ങൾക്ക് നേടാൻ പറ്റിയെങ്കിൽ നിങ്ങൾ ഔട്ട്സ്റ്റാൻഡിംഗ് ആണ്. 18+ ആണെങ്കിൽ എക്സലൻ്റ് ആണ്. 16+ ആണെങ്കിൽ വെരി ഗുഡ് ആണ്. 14+ ആണെങ്കിൽ ഗുഡ്. 14 താഴോട്ടാണെങ്കിൽ നിങ്ങൾ ആവറേജ് ആണ്. അപ്പോൾ ആ ഒരു റേഞ്ചിൽ കമൻറ്റ് ചെയ്യുക, നിങ്ങളുടെ ഒപ്പീനിയൻ കമൻറ്റ് ചെയ്യുക, പോവുക. അടുത്ത ദിവസം വരുമ്പോൾ വീണ്ടും ഇതുപോലെ വർക്കൗട്ട് ചെയ്യുക. ഇതുപോലെ 25 മാർക്കിൻ്റെ കറണ്ട് സെഷൻ കൂടെ ആരംഭിക്കുന്നുണ്ട്. 25 മാർക്കിൻ്റെ കറണ്ട് സെഷൻ അതും നിങ്ങൾ ഇതുപോലെ എന്ത് ചെയ്യണം, റെസ്പോണ്ട് ചെയ്ത് കൂടെ നിൽക്കുകയാണെങ്കിൽ നമുക്ക് വളരെ മികച്ച രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാം. ഓക്കെ അല്ലേ? ശരി, സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, ഓരോ ക്വസ്റ്റ്യനായിട്ട് ചെയ്ത് പോവുക. ഇന്ന് വലിയ ബുദ്ധിമുട്ടുള്ള ക്വസ്റ്റ്യൻസ് ഒന്നും അല്ല. ഇന്നെല്ലാവരും 20 മാർക്ക് സ്കോർ ചെയ്യണമെന്നാണ് എൻ്റെ ആഗ്രഹം. അതുകൊണ്ട് അത്യാവശ്യം ചെയ്തു പോകാൻ പറ്റുന്ന ക്വസ്റ്റ്യൻസേ എടുത്തിട്ടുള്ളൂ കേട്ടോ. നിങ്ങൾക്ക് സ്വന്തമായിട്ട് ചെയ്യണമെങ്കിൽ പൗസ് ചെയ്യുക, ആൻസർ ചെയ്യുക. അതിനുശേഷം ഞാൻ വീഡിയോ പ്ലേ ചെയ്തിട്ട് ഞാൻ ആൻസർ പറയുമ്പോൾ ആൻസറോടെ നോക്കി പോവുക. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ഇതാണ്: ദേശീയ കായിക ദിനമായി ആഘോഷിക്കുന്നത് എന്നാണ്. ദേശീയ കായിക ദിനമാണ് ചോദിച്ചിരിക്കുന്നത്. ഓഗസ്റ്റ് മാസം 29 ആണല്ലേ. ഓഗസ്റ്റ് മാസം 29 ദേശീയ കായിക ദിനം. നമുക്കറിയാം ഹോക്കി മാന്ത്രികൻ എന്നറിയപ്പെടുന്ന മേജർ ധ്യാൻ ചന്ദിൻ്റെ ജന്മദിനമാണ് ഓഗസ്റ്റ് 29. നമ്മളത് ദേശീയ കായിക ദിനമായിട്ട് ആചരിക്കുന്നു. ഇതുമായി റിലേറ്റ് ചെയ്ത് നിങ്ങൾ പഠിച്ചിരിക്കേണ്ടത് സംസ്ഥാന കായിക ദിനമാണ്. സംസ്ഥാന കായിക ദിനം ഒക്ടോബർ 13 കായിക കേരളത്തിൻ്റെയും അതുപോലെ തന്നെ കേരള ടൂറിസത്തിൻ്റെയും പിതാവായിട്ടുള്ള കായിക കേരളം, അതുപോലെ തന്നെ കേരള ടൂറിസം, ഇതിൻ്റെയൊക്കെ പിതാവായിട്ടുള്ള GB രാജ, കേണൽ ഗോദവർമ്മ രാജയുടെ ജന്മദിനമാണ് ഒക്ടോബർ 13. നമ്മൾ കേരളത്തിൽ കായിക ദിനമായിട്ട് ആചരിക്കുന്നു. കായിക കേരളത്തിൻ്റെയും കേരള ടൂറിസത്തിൻ്റെയും പിതാവാണ് കേണൽ GB രാജ അല്ലെങ്കിൽ ഗോദവർമ്മ രാജ. അപ്പോൾ ഈ 2 ചോദ്യങ്ങളും ഇമ്പോർട്ടൻ്റ് ആണ്, ഓർത്തിരിക്കുക. അടുത്ത, സിനിമ ആക്കിയ ആദ്യ മലയാള നോവൽ ഏതെന്നാണ് ചോദ്യം. സിനിമയാക്കിയ ആദ്യ മലയാള നോവലാണ് മാർത്താണ്ഡവർമ്മ അല്ലേ. മാർത്താണ്ഡവർമ്മയാണ് സിനിമയാക്കിയ ആദ്യ മലയാള നോവൽ. ഓക്കെ, മാർത്താണ്ഡവർമ്മ സിനിമ പുറത്തിറങ്ങുന്നത് 1933 വർഷം ചോദിച്ചിട്ടുണ്ട് കേട്ടോ. സിനിമ ആക്കിയ ആദ്യ മലയാള സിനിമ മാർത്താണ്ഡവർമ്മയാണ്. ഇതൊരു നിശബ്ദ സിനിമയായിരുന്നു. 1933 പുറത്തിറങ്ങുന്നത്. ഇതിൻ്റെ നിങ്ങൾ പഠിക്കേണ്ട ഒരു പോയിന്റ് എന്ന് വെച്ചാൽ ഈ നോവൽ എഴുതിയ ആരെന്ന് ചോദിക്കാറുണ്ട്. മാർത്താണ്ഡവർമ്മ നോവൽ എഴുതിയ ആരെന്ന് കേട്ട് കഴിഞ്ഞാൽ CV രാമൻ പിള്ളയാണ് അല്ലേ. CV രാമൻ പിള്ളയാണ് മാർത്താണ്ഡവർമ്മ നോവൽ എഴുതിയിരിക്കുന്നത്. CV രാമൻ പിള്ള. വിഗതകുമാരൻ നമുക്കറിയാം, മലയാളത്തിൽ ആദ്യത്തെ അല്ലെങ്കിൽ കേരളത്തിലെ ആദ്യത്തെ സിനിമയാണ് വിഗതകുമാരൻ. 1928 വിഗതകുമാരൻ പുറത്തിറങ്ങുന്നത്. ചെമ്മീൻ നമുക്കറിയാം, രാഷ്ട്രപതിയുടെ സ്വർണ്ണ മെഡൽ ലഭിച്ച ആദ്യ മലയാള സിനിമയാണ്. രാഷ്ട്രപതിയുടെ സ്വർണ്ണ മെഡൽ ലഭിച്ച മലയാള സിനിമയാണ് ചെമ്മീൻ. വർഷം 1965 കേട്ടോ, 1965. അപ്പോൾ ഈ പോയിന്റ്സ് ഒന്ന് ഓർത്തിരിക്കുക. സിനിമയാക്കിയ ആദ്യ മലയാള നോവൽ മാർത്താണ്ഡവർമ്മ 1933. CV രാമൻ പിള്ളയുടെ നോവലാണ് മാർത്താണ്ഡവർമ്മ. മലയാളത്തിലെ ആദ്യ സിനിമയാണ് വിഗതകുമാരൻ. 1928 വിഗതകുമാരൻ പുറത്തിറങ്ങുന്നത്. രാഷ്ട്രപതിയുടെ സ്വർണ്ണ മെഡൽ ലഭിക്കുന്ന ആദ്യ മലയാള സിനിമയാണ് ചെമ്മീൻ. വർഷം 1965. ഇതൊക്കെ പ്രീവിയസ് ചോദ്യങ്ങളാണ്, ഓർത്തു വെച്ചോ. ചേരുംപടി ചേർക്കുക എന്നാണ് ചോദ്യം. ചെയ്തോ. കഥകളിയുമായി ബന്ധപ്പെട്ട ആരാ ഇവിടെ ഉള്ളത്? കൊട്ടാരക്കര തമ്പുരാനാണ് അല്ലേ. അപ്പോൾ 1D എന്നൊരു ഓപ്ഷൻ വരും കേട്ടോ. 1D നമുക്ക് 2 ഇടത്തേ ഉള്ളൂ അല്ലേ. A ഓപ്ഷനിലും B ഓപ്ഷനിലും മാത്രമേ ഉള്ളൂ. അപ്പോൾ നമുക്ക് Cയും Dയും എലിമിനേറ്റ് ചെയ്യാം. അടുത്ത് ഓട്ടംതുള്ളൽ നമുക്കറിയാം, കുഞ്ചൻ നമ്പ്യാർ. അപ്പോൾ 1D, 2 ഏത് വരും? 2A വരും അല്ലേ. 2A വരും. ഓക്കെ, അപ്പോൾ 1Dയും 2Aയും വരുന്നത് ഓപ്ഷൻ A ആണ് ആൻസർ. അടുത്ത ചണ്ടാല പിശുകി കുമാരനാശാന്റെ കവിതയാണ് ചണ്ടാല പിശുകി. അപ്പം 3B വരും. കൃഷ്ണഗാഥ ചെറുശ്ശേരി. അപ്പം 4
സി വരും. അപ്പോൾ ആൻസർ ഓപ്ഷൻ എ ആണ്. ഇതെല്ലാവർക്കും കിട്ടിക്കാണുമെന്ന് വിശ്വസിക്കുന്നു. ഇങ്ങനെ ചേരുമ്പടി ചേർക്കാനും സ്റ്റേറ്റ്മെൻറ്റൊക്കെ ആണെങ്കിലും എളുപ്പമുള്ള ക്വസ്റ്റ്യൻ ആണ്. നിങ്ങളെല്ലാവരും 20 മാർക്ക് സ്കോർ ചെയ്യും എന്നാണ് എൻ്റെ പ്രതീക്ഷ. കേരളത്തിലെ ഇപ്പോഴത്തെ സാംസ്കാരിക വകുപ്പ് മന്ത്രി ആരെന്നാണ്? സാംസ്കാരിക വകുപ്പ് മന്ത്രി സജി ചെറിയാനാണ് അല്ലേ? സജി ചെറിയാനാണ് നിലവിലെ സാംസ്കാരിക വകുപ്പ് മന്ത്രി. ഇനിയിപ്പോൾ ഇലക്ഷനൊക്കെ വരെയാണ്, അതുകൊണ്ട് മന്ത്രിമാരൊക്കെ ഇനി പുതിയ മന്ത്രിസഭയായിരിക്കും ചോദിക്കാൻ പോകുന്നത്. എന്നാലും ഏപ്രിൽ 18-ന് APO പരീക്ഷയുണ്ടല്ലോ. ഏപ്രിൽ 18-ന് APO പരീക്ഷയുണ്ട്. മെയ് 2-ന് ഡിഗ്രി ഫിലിംസ് ഉണ്ട്. അപ്പോൾ അതൊക്കെ കൊണ്ട് ഈ മന്ത്രിമാരെ ജസ്റ്റ് ഒന്ന് ഓർത്തിരിക്കുക. സാംസ്കാരിക വകുപ്പ്, അതുപോലെ തന്നെ നമ്മുടെ ഫിഷറീസ് വകുപ്പ്, ഇതൊക്കെ ആരാണ് കുട്ടികളെ? ഈ സജി ചെറിയാനാണ് കേട്ടോ. സാംസ്കാരികം, ഫിഷറീസ്, സിനിമ എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ ആരെന്ന് കേട്ട് കഴിഞ്ഞാൽ അത് സജി ചെറിയാനാണ്. ചിഞ്ചുറാണി നമുക്കറിയാം. ചിഞ്ചുറാണിയുടേത് മൃഗസംരക്ഷണമുണ്ട് അല്ലേ? മൃഗസംരക്ഷണമുണ്ട്, അതുപോലെ ക്ഷീരവികസനമുണ്ട്, മൃഗസംരക്ഷണം, ക്ഷീരവികസനം, ഇതൊക്കെയാണ് ആരുടെ വകുപ്പ്? ചിഞ്ചുറാണിയുടെ വകുപ്പ്. മൃഗസംരക്ഷണം, ക്ഷീരവികസനം, ഇതൊക്കെയാണ് ചിഞ്ചുറാണിയുടെ വകുപ്പ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ വി ശിവൻകുട്ടി നമുക്കറിയാം. വി ശിവൻകുട്ടി വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മുടെ തൊഴിൽ വകുപ്പ് മന്ത്രി, അതുപോലെ പൊതുവിദ്യാഭ്യാസ വകുപ്പ് മന്ത്രിയൊക്കെ ആരാണ്? വി ശിവൻകുട്ടിയാണ്. തൊഴിൽ വകുപ്പും പൊതുവിദ്യാഭ്യാസ വകുപ്പും ഒക്കെ കൈകാര്യം ചെയ്യുന്ന വി ശിവൻകുട്ടിയാണ്. റോഷി അഗസ്റ്റിൻ എന്താണ്? ജലവിഭവ വകുപ്പ് മന്ത്രിയാണ് അല്ലേ? ജലവിഭവ വകുപ്പ് മന്ത്രിയാണ് ആര്? റോഷി അഗസ്റ്റിൻ. ഈ പറഞ്ഞ എല്ലാ മന്ത്രിമാരും പരീക്ഷ ചോദിച്ചിട്ടുണ്ട് കേട്ടോ. ചിഞ്ചുറാണി മൃഗസംരക്ഷണം, ക്ഷീരവികസനം, സജി ചെറിയാൻ സാംസ്കാരികം, അതുപോലെ തന്നെ ഫിഷറീസ് കേട്ടോ. നമുക്ക് സാംസ്കാരിക എന്നൊരു ഭാഗത്തു നിന്നുള്ള ചോദ്യമാണിത്. സാംസ്കാരിക വകുപ്പ് മന്ത്രിയായിരുന്നുള്ളത്. അടുത്ത് വി ശിവൻകുട്ടി തൊഴിൽ, പൊതുവിദ്യാഭ്യാസം, റോഷി അഗസ്റ്റിൻ ജലവിഭവം, ഇതൊക്കെയാണ് ഇവിടെയൊക്കെ വകുപ്പുകൾ. ഓർത്തിരിക്കുക കേട്ടോ. അടുത്ത് ഇന്ത്യയുടെ അഗ്നിപുത്രി എന്നറിയപ്പെടുന്ന ടെസി തോമസിന്റെ ജന്മസ്ഥലം എവിടെയെന്നാണ് ചോദ്യം. ടെസി തോമസിന്റെ ജന്മസ്ഥലം വരുന്നത് ആലപ്പുഴയാണ്. ആലപ്പുഴയാണ് ടെസി തോമസിന്റെ ജന്മസ്ഥലം. നമുക്കറിയാം ഇന്ത്യയുടെ അഗ്നിപുത്രി എന്ന് മാത്രമല്ല, ഇന്ത്യയുടെ മിസൈൽ വുമൺ എന്നറിയപ്പെടുന്നതും ആരെ തന്നെയാണ്? ടെസി തോമസിനെയാണ്. ഇന്ത്യയുടെ അഗ്നിപുത്രി, അതുപോലെ ഇന്ത്യയുടെ മിസൈൽ വുമൺ എന്നൊക്കെ അറിയപ്പെടുന്നത് ടെസി തോമസിനെയാണ്. ഇങ്ങനെ ഈ അഗ്നിപുത്രി എന്ന പേരുമായി ബന്ധപ്പെട്ട് നിങ്ങളൊരു കാര്യം ഓർത്തോണേ. 2009 നമ്മുടെ DRDO എന്ന് വെച്ച് കഴിഞ്ഞാൽ ഡിഫൻസ് റിസർച്ച് ആൻഡ് ഡെവലപ്മെൻറ്റ് ഓർഗനൈസേഷൻ, നമ്മുടെ ആയുധങ്ങളും മിസൈലുകളും മറ്റൊക്കെ നിർമ്മിക്കുന്ന DRDO ആണ്. അപ്പം ആ DRDOയുടെ അഗ്നി 4 മിസൈലിൻ്റെ പ്രോജക്ട് ഡയറക്ടറായി പ്രവർത്തിച്ചത് ആരാണ് കുട്ടികളെ? ഈ പറയുന്ന ടെസി തോമസ് ആണ്. അപ്പോൾ 2009 DRDO ഡിഫൻസ് റിസർച്ച് ആൻഡ് ഡെവലപ്മെൻറ്റ് ഓർഗനൈസേഷൻ അതിൻ്റെ അഗ്നി 4 മിസൈലിൻ്റെ പ്രോജക്ട് ഡയറക്ടറായി പ്രവർത്തിച്ച വ്യക്തിയാണ് ആര്? ടെസി തോമസ്. ഇവിടെ സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഉണ്ട്. ടെസി തമോസ് എന്നാണ് കിടക്കുന്നത്, ടെസി തോമസ് എന്നാണ് കേട്ടോ. ഓക്കെ, ക്ലിയർ ആണ്. അഗ്നിപുത്രി, അതുപോലെ മിസൈൽ വുമൺ കേട്ടോ. ഓർത്തിരിക്കണേ. ആലപ്പുഴയാണ് ജന്മസ്ഥലം. ഇങ്ങനെ പ്രധാനപ്പെട്ട വ്യക്തികളുടെ ജന്മസ്ഥലമൊക്കെ നിങ്ങൾ പഠിച്ചോണം. പുതിയ SCRലൊക്കെ ഒരുപാട് ആൾക്കാർ, ഇപ്പം കല്ലേൽ പൊക്കുടൻ്റെ ക്വസ്റ്റ്യനൊക്കെ റീസെൻ്റ് ഒക്കെ വന്നിട്ടുണ്ട്. നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ അതൊക്കെ കാണും. ഓക്കെ അല്ലേ? ശരി, അപ്പോൾ അതൊക്കെ നന്നായിട്ട് ചെയ്യണം. അടുത്ത ഇന്ത്യൻ കായിക രംഗത്തെ പരമോന്നത പുരസ്കാരം ഏതെന്നാണ്? ഇന്ത്യൻ കായിക രംഗത്തെ പരമോന്നത പുരസ്കാരമാണ് ധ്യാൻചന്ദ് ഖേൽരത്ന അവാർഡ് കേട്ടോ. ധ്യാൻചന്ദ് ഖേൽരത്ന അവാർഡാണ് ഇന്ത്യൻ കായിക രംഗത്തെ പരമോന്നത പുരസ്കാരം. ഇന്ത്യൻ സിനിമാ രംഗത്തെ പരമോന്നത പുരസ്കാരം ഏതെന്നറിയാവോ? ഇന്ത്യൻ സിനിമാ രംഗത്തെ പരമോന്നത പുരസ്കാരമാണ് ദാദാ സാഹിബ് ഫാൽക്കെ പുരസ്കാരം. ഇന്ത്യൻ സിനിമാ രംഗത്തെ പരമോന്നത പുരസ്കാരം ഏതെന്ന് കേട്ട് കഴിഞ്ഞാൽ ദാദാ സാഹിബ് ഫാൽക്കെ പുരസ്കാരം. അതാണ് നമ്മുടെ ലാലേട്ടന് ഇപ്പോൾ 55ാമത്തെ ദാദാ സാഹിബ് ഫാൽക്കെ പുരസ്കാരം മോഹൻലാലാണ് ലഭിച്ചത്. ഇന്ത്യയിലെ ഏറ്റവും ഉയർന്ന സിനിമാ പുരസ്കാരമാണ്. അതുപോലെ ഇന്ത്യൻ കായിക രംഗത്തെ പരമോന്നത പുരസ്കാരമാണ് ധ്യാൻചന്ദ് ഖേൽരത്ന പുരസ്കാരം. ഓർത്തിരിക്കുക. പിന്നെ അർജുന അവാർഡ് എന്ന് വെച്ചാൽ ഒരു മികച്ച കായിക താരത്തിന് അല്ലേ, ഓരോ വർഷത്തെയും മികച്ച കായിക താരങ്ങൾക്ക് നൽകുന്ന പുരസ്കാരമാണ് ഏത്? അർജുന അവാർഡ്. ദ്രോണാചാര്യ എന്ന് വെച്ചാൽ മികച്ച പരിശീലകനാണ്. മികച്ച പരിശീലകന് നൽകുന്ന അവാർഡാണ് ഏത്? ദ്രോണാചാര്യ അവാർഡ്. അർജുന അവാർഡ് ആരംഭിക്കുന്നത് 1961 1961 അർജുന അവാർഡ് ആരംഭിക്കുന്നത് 1961. ദ്രോണാചാര്യ അവാർഡ് ആരംഭിക്കുന്നത്, മികച്ച പരിശീലകന് ദ്രോണാചാര്യ അവാർഡ് നൽകി തുടങ്ങിയത് 1985. ഇനി മികച്ച കായിക താരത്തിന് അല്ലെങ്കിൽ കായിക രംഗത്തെ സമഗ്ര സംഭാവനകൾ പരിഗണിച്ചുകൊണ്ട് നൽകുന്ന ഏറ്റവും ഉയർന്ന കായിക പുരസ്കാരം ധ്യാൻചന്ദ് ഖേൽരത്ന പുരസ്കാരം. അത് ആദ്യം അതിൻ്റെ പേര് രാജീവ് ഗാന്ധി ഖേൽരത്ന എന്നായിരുന്നു. പിന്നീട് 2019 ശേഷം അതിൻ്റെ പേര് എന്താക്കി മാറ്റി? ധ്യാൻചന്ദ് ഖേൽരത്ന പുരസ്കാരം എന്നാക്കി മാറ്റി. അത് ആരംഭിക്കുന്നത് 1991 കേട്ടോ. ഇതൊക്കെ ലഭിച്ച ആൾക്കാരുടെ ക്വസ്റ്റ്യനൊക്കെ മുന്നോട്ട് വരുന്നുണ്ട്. അപ്പോൾ ഇത്രയും മനസ്സിലാക്കിയിരിക്കുക. ഓക്കെ,
അടുത്ത ഉത്തരപർവ്വത മേഖലയിൽ സ്ഥിതി ചെയ്യുന്ന ഹിമാചൽ പ്രദേശ്, ടിബറ്റ് എന്നിവയെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന പ്രധാന ചുരം ഏതെന്നാണ്? ഹിമാചൽ പ്രദേശ്, ടിബറ്റ്. ഇതൊക്കെ SCERT ഒരു ടേബിളിനകത്ത് കൊടുത്തിട്ടുണ്ട്, അത് അതുപോലെ ചോദിക്കുന്നതാണ്. ഹിമാചൽ പ്രദേശിനെയും ടിബറ്റിനെയും ബന്ധിപ്പിക്കുന്നത് ഷിപ്കില ചുരമാണ്. ഷിപ്കില ചുരം, ഹിമാചൽ പ്രദേശ്, ടിബറ്റ്, ഷിപ്കില ചുരമാണ്. ലിബുലേഖ് ചുരം പഠിച്ചോണം. ഉത്തരാഖണ്ഡ് അതുപോലെ ടിബറ്റ് അല്ലേ, ഉത്തരാഖണ്ഡ് അതുപോലെ ടിബറ്റ്. ഉത്തരാഖണ്ഡിനെയും ടിബറ്റിനെയും ബന്ധിപ്പിക്കുന്നതാണ് ലിബുലേഖ് ചുരം. ഡിബേറ്റിൽ ലിപ്പ് കൊണ്ട് ഉത്തരം പറയുന്നു അല്ലേ, ഡിബേറ്റിൽ ലിപ്പ് കൊണ്ട് ഉത്തരം പറയുന്നു. അപ്പോൾ ലിബുലേഖ് ചുരം ഉത്തരാഖണ്ഡ്, ടിബറ്റ്. സോജില ശ്രീനഗർ അല്ലേ, ശ്രീനഗർ കാർഗിൽ അല്ലേ, ശ്രീനഗർ കാർഗിലാണ് സോജില. നമ്മൾ സോജില എന്ന് പറയുന്ന പെൺകുട്ടിയുടെ കല്യാണത്തിന് സ്ത്രീധനമായി കാറ് കൊടുത്തു എന്ന് ഓർത്ത് വെച്ചിരുന്നാൽ കേട്ടോ. സോജില, ശ്രീനഗർ, കാർഗിൽ. നാദുല ചുരം സിക്കിം അതുപോലെ ടിബറ്റ് അല്ലേ, സിക്കിം ടിബറ്റ് ആണ് നാദുല ചുരം. സിൽക്ക് റൂട്ട് എന്നൊക്കെ അറിയപ്പെടുന്നത് നാദുല ചുരമാണ് കേട്ടോ. സിക്കിം ടിബറ്റ്, സിക്കിമിനെയും ടിബറ്റിനെയും ബന്ധിപ്പിക്കുന്നതാണ് നാദുല ചുരം. ഓക്കെ. അടുത്ത് താഴെ തന്നിരിക്കുന്നവയിൽ ഉപദ്വീപീയ നദികളുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന ഏതെന്നാണ്? നർമ്മദാ നദി ഉത്ഭവിക്കുന്നത് ഛത്തീസ്ഗഡിലെ മൈക്കല മലനിരകളിൽ നിന്നാണ്. ശരിയാണ്. കൃഷ്ണ നദിയുടെ പോഷക നദികളാണ് ശബരി, ഇന്ദ്രാവതി. തെറ്റാണ്. ശബരിയും ഇന്ദ്രാവതിയൊക്കെ ഗോദാവരിയുടെ പോഷക നദിയാണ്. കൃഷ്ണ നദിയുടെ പോഷക നദിയാണെങ്കിൽ ഭീമ, തുംഗഭദ്ര, മാലപ്രഭ, ഗൗഡപ്രഭ അതൊക്കെയാണ് കൃഷ്ണ നദിയുടെ പോഷക നദികൾ. അതൊക്കെ SCERT ഉണ്ട് കേട്ടോ. അടുത്ത് ഉപദ്വീപീയൻ നദികൾക്ക്, ഉപ എന്നാണ് മലയാളത്തിനകത്ത് ആരാണെന്ന് ക്വസ്റ്റ്യൻ ഇട്ടത്. ഉപദ്വീപീയൻ നദികൾക്ക് അപരദന തീവ്രത താരതമ്യേന കുറവാണ്. അത് ശരിയാണ് കേട്ടോ. അപരദനം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ അവസാദങ്ങൾ, അതായത് ഈ മണ്ണും ചെളിയും കല്ലും ഒക്കെ ഇങ്ങനെ വലിച്ചെടുത്തുകൊണ്ട് പോകുന്നതിനെയാണ് അപരദനം എന്ന് പറയുന്നത്. നമ്മൾ ഇറോഷൻ എന്ന് പറയും ഇംഗ്ലീഷിൽ. അപരദന തീവ്രത കൂടുതൽ ഹിമാലയ നദികൾക്കാണ്. ഉപദ്വീപീയ നദികൾക്ക് അപരദന തീവ്രത എന്താണ്? കുറവാണ്. ഓക്കെ, അപ്പോൾ ഇത് 1, 3 ശരിയെന്ന് വരും. ഓപ്ഷൻ സി ആണ്. ഇതൊക്കെ SCERT ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്, പഠിച്ചിരിക്കുക. ഓക്കെ, നിങ്ങൾ സ്വന്തമായിട്ട് ഇത് പൗസ് ചെയ്തിട്ട് ചെയ്തു നോക്കണം കേട്ടോ, അതാണ് ബെറ്റർ. നിങ്ങൾ ഉത്തരം എഴുതുക, വീഡിയോ പ്ലേ ചെയ്യുക, ആൻസർ നോക്കുക, അങ്ങനെ പോകണം. ഒഡീഷയിൽ സ്ഥിതി ചെയ്യുന്ന പ്രധാനപ്പെട്ട ഇരുമ്പയിര് ഖനന മേഖലയാണ് സുന്ദർഗഡ്. ഷിമോഗ കർണാടകയിലാണ്. സിംഗ്ഭം ജാർഖണ്ഡിലാണ്. നീലഗിരി തമിഴ്നാട്ടിലാണ്. ഇതൊക്കെ ഇരുമ്പയിര് ഖനന മേഖലകളാണ് കേട്ടോ. ഇതെല്ലാം നമ്മുടെ SCERT ടേബിൾസിൽ കൊടുത്തിട്ടുള്ള കാര്യങ്ങളാണ് കേട്ടോ. ഇത് നിങ്ങൾ പഠിച്ചിരിക്കണം കേട്ടോ. ഞാൻ ഇതിൻ്റെയൊക്കെ ക്ലാസ്സിൽ കിടപ്പുണ്ട്, ചാനലിൽ കോഡൊക്കെ വെച്ചിട്ട് ഇട്ടിട്ടുണ്ട് കേട്ടോ. ഓക്കെ, അപ്പോൾ ഒഡീഷയിൽ സ്ഥിതി ചെയ്യുന്ന പ്രധാനപ്പെട്ട ഇരുമ്പയിര് ഖനന മേഖല സുന്ദർഗഡ്, ഷിമോഗ കർണാടക, സിംഗ്ഭം ജാർഖണ്ഡ്, നീലഗിരി തമിഴ്നാട്. ഓക്കെ. അടുത്ത ഇന്ത്യയിലെ പ്രധാന ആണവോർജ നിലയമായിട്ടുള്ള റാവത്ത് ഫട്ട സ്ഥിതി ചെയ്യുന്നത് രാജസ്ഥാനിലാണ് കേട്ടോ. റാവത്ത് ഫട്ട സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ് കുട്ടികളെ? രാജസ്ഥാനിലാണ് റാവത്ത് ഫട്ട ആണവ നിലയം സ്ഥിതി ചെയ്യുന്നത്. ഗുജറാത്തിൽ കക്രപ്പാറ ആണവ നിലയം സ്ഥിതി ചെയ്യുന്നത് ഗുജറാത്തിൽ. മഹാരാഷ്ട്രയിലാണ് ഇന്ത്യയിൽ ആദ്യത്തെ ആണവോർജ നിലയം താരാപൂർ അല്ലേ, ആണവോർജ നിലയം 1969. ഇന്ത്യയിൽ ആദ്യത്തെ ആണവോർജ നിലയം താരാപൂറാണ്. മഹാരാഷ്ട്രയിലാണ്, വർഷം 1969. ഗുജറാത്തിലെ ആണവോർജ നിലയമാണ് കക്രപ്പാറ. രാജസ്ഥാനിലാണ് റാവത്ത് ഫട്ട. അടുത്ത മഹാരാഷ്ട്രയിലെ റോഹ മുതൽ കർണാടകയിലെ മംഗലാപുരം വരെയുള്ള സഞ്ചാരപാതയിൽ കൊങ്കൺ റെയിൽവേ പിന്നിടുന്ന നദികളുടെ എണ്ണം. കൊങ്കൺ റെയിൽവേ എന്ന് വെച്ചാൽ ഈ പറഞ്ഞത് തന്നെയാണ്. നമ്മുടെ ഈ ഒരു പശ്ചിമഘട്ടം ഉണ്ടല്ലോ, പശ്ചിമഘട്ടത്തിൽ ആ മഹാരാഷ്ട്ര ഒരു ഭാഗത്ത് മുതൽ, മഹാരാഷ്ട്ര റോഹ എന്ന പ്രദേശം മുതൽ നമ്മുടെ കർണാടകയിലെ മംഗലാപുരം വരെയുള്ള ഒരു സഞ്ചാരപാതയാണ് കൊങ്കൺ റെയിൽവേ. ഏകദേശം 760 കിലോമീറ്റർ നീളമുണ്ട് ഏതിന്? കൊങ്കൺ റെയിൽവേക്ക്. 146 നദികളാണ് പിന്നിടുന്നത് കേട്ടോ. നദികളുടെ എണ്ണം, തുരങ്കങ്ങളുടെ എണ്ണം, ഇതൊക്കെ നമ്മൾ ക്വസ്റ്റ്യനിൽ വരും. മുന്നോട്ട് പോകുമ്പോൾ നിങ്ങൾ ഇതൊക്കെ പഠിക്കും. അതായത് പല ക്വസ്റ്റ്യൻസ് ആയിട്ട് നിങ്ങൾ കാര്യങ്ങളെല്ലാം കവർ ചെയ്യും. ഓക്കെ അല്ലേ? അപ്പോൾ 760 കിലോമീറ്റർ നീളമുണ്ട് മഹാരാഷ്ട്ര റോഹ മുതൽ കർണാടകയിലെ മംഗലാപുരം വരെ. 146 നദികളെ പിന്നിടുന്നുണ്ട്. 146 നദികളെ പിന്നിട്ടാണ് വരുന്നത് കേട്ടോ. തുരങ്കങ്ങൾ, പാലങ്ങളൊക്കെ നമുക്ക് പഠിക്കാനുണ്ട്. അടുത്ത ബംഗാളിലെ ആദ്യകാല വർത്തമാന പത്രം SCERT ചോദ്യമാണ്. സുലഭ് സമാചാറാണ് അല്ലേ, സുലഭ് സമാചാറാണ് ബംഗാളിലെ ആദ്യകാല വർത്തമാന പത്രം ഏതെന്ന് കേട്ടാൽ സുലഭ് സമാചാറാണ് കേട്ടോ. ഇതൊക്കെ SCERT ചോദ്യമാണ്.
സാമൂഹ്യ പരിഷ്കരണ പ്രസ്ഥാനമായ ബ്രഹ്മസമാജത്തെ പറ്റിയുള്ള ശരിയായ പ്രസ്താവനകൾ ഏതെല്ലാം എന്നാണ്. ജാതി വ്യവസ്ഥ നിർമ്മാർജ്ജനം ചെയ്യും എന്നൊരു ലക്ഷ്യമുണ്ടായിരുന്നു. സ്ത്രീകൾക്കെതിരായ വിവേചനം, കണ്ട സ്പെല്ലിംഗ് മിസ്റ്റേക്കിൻ്റെ അയ്യരുകളിയാണ്. വിവേചനം, ഇതെന്തൊരു ഭാഷയുടെ ഇത്. ഓക്കെ, സ്ത്രീകൾക്കെതിരായ വിവേചനം അവസാനിപ്പിക്കുക, ശരിയാണ്. സതി, ശൈശവ വിവാഹം എന്നിവ അവസാനിപ്പിക്കുക, ശരിയാണ്. ഓക്കെ, 1, 2, 3 എന്നാണ് ആൻസർ. ഓപ്ഷൻ സി വരും കേട്ടോ. 1, 2, 3. പിന്നാക്ക വിഭാഗങ്ങൾക്കായി വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ആരംഭിക്കുക, അത് നമ്മുടെ ജ്യോതി റാവ് ഫുലെയുടെ സത്യശോധക് സമാജത്തിൻ്റെ ലക്ഷ്യമാണ്. ഈ സാമൂഹ്യ പരിഷ്കരണ പ്രസ്ഥാനങ്ങളുടെ ഒരു ക്ലാസ് ചാനലിൽ കിടപ്പുണ്ട്. ഓക്കെ, അത് എനിക്ക് തോന്നുന്നു ഒന്നുകൂടെ അപ്ഡേറ്റ് ചെയ്യണമെന്ന് തോന്നുന്നു കേട്ടോ. കാരണം നമ്മളത് ഓൾഡ് SCERT വെച്ചിട്ട് കുറച്ച് കാലമായി, 3 വർഷം കൊണ്ടായി വീഡിയോ ചെയ്തിട്ട്. പുതിയൊരു വീഡിയോ ചെയ്യാം നമുക്കത്. ഓക്കെ, അപ്പോൾ പിന്നാക്ക വിഭാഗങ്ങൾക്കായി വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ആരംഭിച്ചു, അത് സത്യശോധക് സമാജമാണ്, നമ്മുടെ ജ്യോതി റാവ് ഫുലെ ആരംഭിച്ചത്. ഇന്ത്യയിലെ മുസ്ലിങ്ങളുടെ സാമൂഹിക പുരോഗതിക്കായി വാദിച്ചു, അത് അലിഗഡ് പ്രസ്ഥാനമാണ്. അലിഗഡ് പ്രസ്ഥാനം അതായത് നമ്മുടെ ഇദ്ദേഹം സർ സയ്യിദ് അഹമ്മദ് ഖാൻ ഉണ്ടല്ലോ, സർ സയ്യിദ് അഹമ്മദ് ഖാൻ്റെ അലിഗഡ് പ്രസ്ഥാനത്തിൻ്റെ പ്രത്യേകതയാണ് ഈ പറയുന്ന ഇന്ത്യയിലെ മുസ്ലിങ്ങളുടെ സാമൂഹിക പുരോഗതിക്കായി വാദിച്ചു. പിന്നോക്ക വിഭാഗങ്ങൾക്കായി വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ആരംഭിച്ചത് സത്യശോധക് സമാജം, ജ്യോതി റാവ് ഫുലെ. മുസ്ലിങ്ങളുടെ സാമൂഹിക പുരോഗതിക്കായി വാദിച്ചത് അലിഗഡ് പ്രസ്ഥാനം. സ്വാതന്ത്ര്യാനന്തര ഇന്ത്യയുടെ ഭാഗമാകാൻ വിസമ്മതിച്ച നാട്ടുരാജ്യങ്ങൾ ഏതെല്ലാം? ഓക്കെ, ഒന്ന് ചെയ്തു നോക്കിയാൽ നിങ്ങളെല്ലാവരും. ഈ ക്വസ്റ്റ്യൻ ഡിലീഷൻ പോയി. കാരണം നമ്മളിപ്പോൾ ഓപ്ഷൻ ഒന്നാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് നോക്കുകയാണെങ്കിൽ കാശ്മീർ, തിരുവിതാംകൂർ, ജുനാഗഡ്. 4-മത്തെ നോക്കുകയാണെങ്കിൽ ഹൈദരാബാദ്, ജുനാഗഡ്, കാശ്മീർ. അതായത് നമ്മൾ പഠിക്കുന്നത് ഹൈദരാബാദ്, ജുനാഗഡ്, കാശ്മീർ, മണിപ്പൂർ ഇതൊക്കെയാണ്. എന്നാൽ തിരുവിതാംകൂറും സ്വാതന്ത്ര്യാനന്തര ഇന്ത്യയുടെ ഭാഗമാകാൻ വിസമ്മതിച്ച നാട്ടുരാജ്യങ്ങളിൽ പെടുന്നുണ്ട്. അപ്പോൾ ഇവിടെ നമുക്ക് 1ഉം 4ഉം ആൻസറായിട്ട് വരണം. അത് വരാത്തത് കൊണ്ട് ഈ ക്വസ്റ്റ്യൻ എന്ത് ചെയ്തു? ക്യാൻസലായി കേട്ടോ, ക്യാൻസലായി. ഓക്കെ അല്ലേ? അപ്പോൾ നിങ്ങൾക്ക് ഇത് രണ്ടും ശരിയാണെന്ന് മനസ്സിലായ ആൾക്കാർക്ക് മാർക്ക് കൂട്ടാം. മനസ്സിലാവാത്തവർ മാർക്ക് കൂട്ടണ്ട. അടുത്ത, ഗാന്ധിജിയുടെ ബഹിഷ്കരണ സമര രീതി എതിർത്തുകൊണ്ട് 1923 സ്വരാജ് പാർട്ടിക്ക് രൂപം നൽകിയ നേതാക്കൾ ആരെല്ലാം? സ്വരാജ് പാർട്ടി ഇമ്പോർട്ടൻ്റ് ആണ്. സ്വരാജ് പാർട്ടിക്ക് നേതൃത്വം കൊടുത്തത് CR ദാസ്, മോത്തിലാൽ നെഹ്റു. ഗാന്ധിജിയുടെ ബഹിഷ്കരണ സമര രീതിയെ എതിർത്തുകൊണ്ട് 1923 സ്വരാജ് പാർട്ടിക്ക് രൂപം നൽകിയത് CR ദാസ്, മോത്തിലാൽ നെഹ്റുവാണ്. 1923 ജനുവരി 1-നാണ് ഈ സ്വരാജ് പാർട്ടി ഫോം ചെയ്യുന്നത്. CR ദാസ് ആയിരുന്നു ആദ്യത്തെ പ്രസിഡന്റ്. മോത്തിലാൽ നെഹ്റു ആയിരുന്നു ആദ്യത്തെ സെക്രട്ടറി. ഓക്കെ, ഈ ഒരു സ്വരാജ് പാർട്ടിയെക്കുറിച്ചുള്ളൊരു ചോദ്യം കോൺസ്റ്റിറ്റ്യൂഷൻ ബേസ് ചെയ്ത് നിങ്ങൾക്ക് അറിയായിരിക്കും. അതായത് ഇന്ത്യക്ക് ഒരു കോൺസ്റ്റിറ്റ്യൂഷൻ വേണമെന്ന ആവശ്യം ആദ്യമായി മുന്നോട്ട് വെച്ച രാഷ്ട്രീയ പാർട്ടി ഏതെന്നിട്ടാൽ സ്വരാജ് പാർട്ടിയാണ്. ഇന്ത്യക്ക് ഒരു കോൺസ്റ്റിറ്റ്യൂഷൻ വേണമെന്ന ആവശ്യം ആദ്യമായി മുന്നോട്ട് വെച്ച രാഷ്ട്രീയ പാർട്ടി സ്വരാജ് പാർട്ടി. ഓക്കെ, സ്വാതന്ത്ര്യ സമരകാലത്ത് ഇന്ത്യക്കാരിൽ ദേശസ്നേഹം വളർത്തുന്നതിൽ നിർണായക പങ്ക് വഹിച്ച ഭാരത് മാത എന്ന ചിത്രം വരച്ചത് ആരായിരുന്നു? ഭാരത് മാത ചിത്രം വരച്ചത് അബനീന്ദ്രനാഥ ടാഗോറാണ് ഭാരത് മാത എന്ന ചിത്രം വരച്ചത് കേട്ടോ. ഈ പേരൊന്ന് ഓർത്ത് വെച്ചോണേ. നിങ്ങൾ മുന്നോട്ട് ചെയ്തു പോകുന്ന ക്വസ്റ്റ്യൻസിൽ ഈ പേരുകൾ വരുന്നുണ്ട് കേട്ടോ. ഓക്കെ, ഇമ്പോർട്ടൻ്റ് ആണ്. അടുത്ത, ഇന്ത്യൻ ദേശീയ പ്രസ്ഥാനത്തിന് കരുത്ത് പകർന്ന പ്രാദേശിക പത്രങ്ങളെ നിയന്ത്രിക്കുന്നതിന് വേണ്ടി ബ്രിട്ടീഷുകാർ കൊണ്ടുവന്ന പ്രാദേശിക ഭാഷാ പത്ര നിയമം അല്ലെങ്കിൽ നാട്ടുഭാഷാ പത്ര നിയമം, അതുമല്ലെങ്കിൽ വെർണിക്കുലാർ പ്രസ് ആക്ട് നിലവിൽ വന്ന വർഷമാണ്. നാട്ടുഭാഷാ പത്ര നിയമം അല്ലെങ്കിൽ പ്രാദേശിക ഭാഷാ പത്ര നിയമം അല്ലെങ്കിൽ വെർണിക്കുലാർ പ്രസ് ആക്ട് വർഷം 1878. അത് കൊണ്ടുവന്നത് ലിട്ടൺ പ്രഭുവാണ്. എന്നാൽ 1882 റിപ്പൺ പ്രഭു എന്ത് ചെയ്തു? പിൻവലിച്ചു. അപ്പൊ കൊണ്ടുവന്ന വർഷം പഠിക്കണം 1878, കൊണ്ടുവന്നത് ആരെന്ന് പഠിക്കണം? ലിട്ടൺ. ഇനി പിൻവലിച്ച വർഷം പഠിക്കണം 1882, പിൻവലിച്ചത് ആരെന്ന് പഠിക്കണം? അത് റിപ്പൺ. സെറ്റ് അല്ലേ? ഓക്കെ, ലാസ്റ്റ് ക്വസ്റ്റ്യൻ അല്ലേ? നോക്കട്ടെ, അല്ലല്ല, 2 ക്വസ്റ്റ്യൻ കൂടെ ഉണ്ട്. സ്വാതന്ത്ര്യാനന്തര ഇന്ത്യയിൽ ആദ്യ സ്വതന്ത്ര തെരഞ്ഞെടുപ്പ് നടന്നത് എന്നായിരുന്നു? എന്നാണ് ചോദ്യം. 1951-52 കാലഘട്ടം കേട്ടോ. 1951-52 കാലഘട്ടത്തിലാണ് സ്വാതന്ത്ര്യാനന്തര ഇന്ത്യയിൽ ആദ്യത്തെ സ്വതന്ത്ര തെരഞ്ഞെടുപ്പ് നടന്നത്. 51-52 കാലഘട്ടം. ഓക്കെ, അടുത്ത, ഭാഷയുടെ അടിസ്ഥാനത്തിൽ സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷൻ രൂപീകരിച്ചപ്പോൾ ചെയർമാനും മറ്റ് അംഗങ്ങളും ആരെല്ലാമായിരുന്നു? ചെയർമാൻ ഫസൽ അലി,
മറ്റംഗങ്ങൾ KM പണിക്കർ, HN കുൻസ്രോ. ഭാഷാടിസ്ഥാനത്തിൽ സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷൻ രൂപീകരിച്ചപ്പോൾ, അതായത് ഭാഷാടിസ്ഥാനത്തിൽ സംസ്ഥാനങ്ങളെ പുനഃസംഘടിപ്പിക്കുന്നതിനുള്ള സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷൻ രൂപീകരിച്ചപ്പോൾ ചെയർമാൻ ഫസൽ അലിയും KM പണിക്കറും HN കുൻസ്രും അംഗങ്ങളായിരുന്നു. ടോട്ടൽ 3 പേരായിരുന്നു അംഗങ്ങളായിട്ട് ഉണ്ടായിരുന്നത്. അത് ഇവർ 3 പേരുമാണ്: ഫസൽ അലി, KM പണിക്കർ, HN കുൻസ്രു. ഓപ്ഷൻ സി ആണ് ആൻസർ കേട്ടോ. ഈ കമ്മീഷൻ 1953 ഡിസംബറിൽ നിലവിൽ വരുന്നു. ഓക്കെ, ഈ റിപ്പോർട്ട് 1955 കൊടുക്കുന്നു. ആ ഒരു റിപ്പോർട്ട് പ്രകാരം 1956 സംസ്ഥാന പുനഃസംഘടനാ നിയമം എന്ത് ചെയ്തത്? നിലവിൽ വന്നത്. 1956 സംസ്ഥാന പുനഃസംഘടനാ നിയമം നിലവിൽ വന്നത്. സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ട് കേരളത്തിൽ നടന്ന സംഭവങ്ങളെ കാലഗണന ക്രമത്തിലാക്കുക. കുണ്ടറ വിളംബരം 1809, വൈക്കം സത്യാഗ്രഹം 1924-25, മാപ്പിള ലഹള 1921, മലയാളി മെമ്മോറിയൽ 1891. ഓക്കെ അല്ലേ? അപ്പോൾ കാലഗണന ക്രമത്തിലാക്കുകയാണെങ്കിൽ കുണ്ടറ വിളംബരം ആദ്യം വരും അല്ലേ? കുണ്ടറ വിളംബരം ആദ്യം വരും. അതായത് നമുക്ക് 1 ആദ്യം വരുന്നത്. 1 ആദ്യം വരും. അതിനുശേഷം വരുന്നത് മലയാളി മെമ്മോറിയലാണ്. അപ്പോൾ 1-ന് ശേഷം 4 വരും. 1-ന് ശേഷം 4 വരും. അതിനുശേഷം വരുന്നത് മാപ്പിള ലഹളയാണ്, 3 വരും. അതിനുശേഷം വൈക്കം സത്യാഗ്രഹം. അപ്പം 1, 4, 3, 2. 1, 4, 3, 2. ഓപ്ഷൻ ഡി ആണ് ആൻസർ കേട്ടോ. ഓപ്ഷൻ ഡി ആണ് ആൻസർ കേട്ടോ. 1, 4, 3, 2. ഓക്കെ, അപ്പം ഇതായിരുന്നു നമ്മുടെ 20 ചോദ്യങ്ങൾ. എനിക്ക് തോന്നുന്നു 21 ചോദ്യങ്ങളായെന്നോ ഡൗട്ട് കേട്ടോ. എന്തായാലും കുഴപ്പമില്ല, നിങ്ങൾ 20 മാർക്ക് കണക്കാക്കി ചെയ്താൽ മതി. മറ്റൊരു ക്വസ്റ്റ്യൻ ഉണ്ടല്ലോ, ആൻസർ അല്ലാത്ത ക്വസ്റ്റ്യൻ ക്യാൻസൽ ചെയ്താൽ മതി. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ശരി. അപ്പം ഇനി ഒരു കാര്യം കൂടെ പറയാമെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾക്ക് ഇങ്ങനെ ഇതേപോലെയല്ല സബ്ജക്റ്റ് വൈസ് ക്വസ്റ്റ്യൻ വർക്കൗട്ട് 2021 മുതലുള്ള സബ്ജക്റ്റ് വൈസ് ക്വസ്റ്റ്യൻ വർക്കൗട്ട് വേണമെങ്കിൽ നമ്മുടെ ആപ്ലിക്കേഷനിൽ ഒരു ക്വസ്റ്റ്യൻ വർക്കൗട്ടിന് മാത്രമായൊരു ബാച്ച് ഉണ്ട്. അതിൽ എല്ലാ സബ്ജക്റ്റും, മാത്സ്, ഇംഗ്ലീഷ്, മലയാളം ഉൾപ്പെടെ എല്ലാ സബ്ജക്റ്റിൻ്റെയും ക്വസ്റ്റ്യൻ വർക്കൗട്ട് നിങ്ങൾക്ക് ലഭിക്കും. 839 രൂപയാണ് എൻ്റെ ഫീസ്. 1 ഇയർ വാലിഡിറ്റി ആണ് കേട്ടോ. 839 ടോട്ടൽ ഫീസ് 839 വരെ 1 ഇയർ വാലിഡിറ്റി ആണ്. 1 വർഷം ഫുള്ള് നിങ്ങൾക്ക് ആ ക്ലാസ് ലഭിക്കുന്നതാണ്. അപ്പം ജോയിൻ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ ഞാൻ ആപ്ലിക്കേഷൻ്റെ ലിങ്ക് ഫസ്റ്റ് കമൻറ്റിൽ പിൻ ചെയ്തേക്കാം. ഓക്കെ, ഇനി നിങ്ങൾ ചെയ്യാനുള്ളത് എത്ര മാർക്ക് ഉണ്ടെന്നുള്ള കാര്യം കമൻറ്റ് ചെയ്തിട്ട് വേണം നിങ്ങൾ പോവേണ്ടത്. ഓക്കെ, ക്ലിയർ ആണ്. അപ്പം ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർ ആപ്ലിക്കേഷനിൽ നോക്കിയിട്ട് ജോയിൻ ചെയ്യുക. ഓക്കെ, എല്ലാ ദിവസവും എൻ്റെ ഒരു ലൈവ് ക്ലാസ്സിൽ ഉണ്ടാവും. ഓക്കെ, ശരി, ബൈ.